എന്തുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഞാനിന്ന് വീഡിയോ ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ്. എനിക്ക് തീരെ വയ്യ. 2 ദിവസമായി ഇപ്പോൾ ഭയങ്കര കിടപ്പും വയ്യായൊക്കെ ആയിട്ട്. പിന്നെ യൂട്യൂബിൽ എല്ലാവരെയും എനിക്ക് വീഡിയോ ചെയ്യാനും വലിയ ഫോണൊന്നും ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞി ഫോണായിരുന്നു ആദ്യം. എനിക്ക് വലിയ ഫോണിൽ ഒന്നും അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും. ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുള്ളൂ എനിക്ക് വലിയ ഫോണൊക്കെ ഒരു പഴയ ഫോൺ ഒരു കൂട്ടർ മേടിച്ച് തന്നതാണ്. അപ്പോൾ യൂട്യൂബ് തുറന്ന് എല്ലാവരെയും ആയിട്ടും വീഡിയോ ഒക്കെ കണ്ട് അത് എല്ലാവരോടും അത് ഒരു ദിവസം കാണാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമം. നമുക്ക് ആരും എവരും ഇല്ലാത്തവരാണ്. അപ്പോൾ യൂട്യൂബ് തുറന്ന് അതിലെല്ലാവരെയും കാണുമ്പോൾ നമ്മൾക്കെല്ലാവരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളൊരിതിൽ അവരോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരുടെ വീഡിയോസുകളും ഞാൻ കാണും. അപ്പോൾ അവരെ വിഷമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് കണ്ടൊക്കെ ഇരിക്കാൻ തോന്നും. എനിക്ക് ഈ ഫോണിൽ നമുക്ക് വീഡിയോ പിടിക്കാനോ നമുക്ക് ഷൂട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് വീട്ടിലാരും ഇല്ല. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ്. പിന്നെ മക്കൾ 5 ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ മൂത്താൾ കുറേ അകലേക്ക് കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നു. അവളൊരു കൊല്ലത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുള്ളൂ. അവൾ വാടകയ്ക്ക് താമസിക്കുന്നു. അവളുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. അവൾക്ക് കുട്ടികളുണ്ട്. അതിൻ്റെ സ്കൂളും മദ്രസ പോക്കൊക്കെ കാരണം കൊണ്ട് അവൾക്ക് കുട്ടികളൊന്നും ഇട്ടിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം വരും. പിന്നെ ഫോൺ വിളിച്ച് എൻ്റെ വയ്യായും എൻ്റെ ഇതൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കും. 2ാമത്തെ മോൾക്കും അതെ, കല്യാണം കഴിച്ച് കൊടുത്ത് 2 മക്കളുണ്ട്. അവർക്ക് സ്കൂളും മദ്രസയൊക്കെ ഉള്ള കാരണം അവളും അങ്ങനെ വരില്ല. 3ാമത്തെ മോനുള്ളത് ഒരെണ്ണം വയ്യാത്ത ആളാണ്. അവന് ജനിച്ച മുതൽ അവനക്ക് വയ്യായ തന്നെയാണ്. അവനക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. അവൻ പെങ്ങളുടെ വീട്ടിലാണ്. പിന്നെ 4ാമത്തെ ഒരാളുള്ളത് ഒരു കല്യാണമൊക്കെ കഴിച്ച് അവനും വാടകയ്ക്ക് വേറെ താമസിക്കുന്നു. ചെറിയ മോനാണ് എൻ്റെ കൂടെ ഉള്ളത്. ആ ചെറിയ മോനിപ്പോൾ ഒരു ചെറിയ പണിക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആഴ്ചയിലും മേലെയായി. അവനെന്തെങ്കിലും പണിയെടുക്കാനൊന്നുള്ള ആളായിട്ടില്ല. എന്നാലും അവനെന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങൾ. പിന്നെ കുറേ കൊല്ലങ്ങളായല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ വീഡിയോയിൽ. അങ്ങനെ ഒരു പാവപ്പെട്ടവരാണ് ഞങ്ങൾ. എല്ലാം കൊണ്ടും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. നമുക്ക് കുറേ കൊല്ലങ്ങളൊക്കെ വാടകയൊക്കെ താമസിച്ച് ജീവിച്ചപ്പോൾ നമുക്കൊരു ഇതുമില്ല. ഇന്നിപ്പോൾ കയറിക്കെടുക്കാനൊരു വീടില്ല. അതിൻ്റെ ഒരു വിഷമങ്ങളും വയ്യായകളും. പിന്നെ ഇപ്പോൾ ഇന്നൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെയ്യാനൊന്നും വയ്യ. ഇതിലേക്ക് എടുക്കുകയാണ്. ഇവിടെ പുഴ നിറഞ്ഞിട്ട് വെള്ളം കയറി. അപ്പുറത്ത് ഒരു പുഴ ഉണ്ട്. അപ്പോൾ ആ പുഴയുടെ പുഴ നിറഞ്ഞാൽ വെള്ളം മുഴുവനും നമ്മുടെ ചവിട്ടുപടി വരെയും വരും. അപ്പോൾ ഇന്ന് നേരം വെളുത്ത് എണീറ്റപ്പോൾ പടിയുടെ അവിടെയൊക്കെ വെള്ളം കണ്ടപ്പോൾ ആകെ പേടിച്ച് ഇനി പെരയിലേക്കൊക്കെ കയറുമെന്ന് വെച്ചിട്ട് ആകെ പേടിയായി. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വലിയും പെട്ടെന്നൊരു കയറ്റവും ഇറക്കവും ആണ് ഇവിടെ പുഴയിൽ. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നല്ല ഭംഗി ഇതൊക്കെ ഒന്ന് ആക്കിയിട്ടൊന്നും എടുക്കണില്ല. എൻ്റെ യഥാർത്ഥ കോലത്തിൽ തന്നെയാണ് ഈ വീഡിയോസുകൾ നിങ്ങൾക്കൊക്കെ വിട്ടു തരുന്നത്. നമ്മളത്രയും പാവപ്പെട്ടവരല്ലേ. പിന്നെ നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കാൻ ഒന്നാമത്തത് എനിക്കതൊന്നും അറിയില്ല. ഞാനതൊന്നും ചെയ്യുകയില്ല. എനിക്ക് ഒന്നാമത്തത് ഈ ഫോണിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല. ഇപ്പോൾ ഒക്കെ ഷൂട്ട് ചെയ്യാനും ഇതാക്കാനൊക്കെ ഞാൻ പഠിച്ചതാണ് ഇപ്പോൾ. പിന്നെ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൂടെ നടന്നതൊക്കെ ചെയ്തു തരാനൊന്നുമില്ല. രാവും പകലും ഈ ഒറ്റക്ക് ഈ ഫോണിൽ യൂട്യൂബിൽ എല്ലാവരോടും പരിചയപ്പെട്ടു അവരെ ചാനൽ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എവിടേക്കും പോകാൻ ഇടയില്ല. 2 മാസമുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം വന്നപ്പോഴാണ് ഈ യൂട്യൂബിൽ ഉള്ള ജനങ്ങളോടൊക്കെ നമ്മുടെയൊക്കെ വിഷമങ്ങൾ കയറി പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സഹായിക്കുക.